കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് പിന്നെ ചെയ്യാം. ഇതൊന്നും അയൺ ചെയ്യും. അനു, ഇതൊന്ന് ഇസ്തിരിയിട്ട് തരണേ. മെക്കാനിക്കിനൊക്കെ എന്തിനാണ് അയൺ ചെയ്യുന്നത്? ചേട്ടൻ എന്തിനാ ഇങ്ങനെ വലിച്ചെറിഞ്ഞത്? വലിച്ചെറിഞ്ഞെങ്കിലേ പോയി എടുത്തോ. അത് ഇതൊരു തരം അപമാനിക്കല. മെക്കാനിക് എന്ന് പറഞ്ഞെന്താ ചീപ്പ് പണിന്നാണോ ചേട്ടന്റെ വിചാരം? ഞാൻ എന്ത് വിചാരിക്കണമെന്ന് നീ നിശ്ചയിക്കണ്ട. എന്നെ കുറിച്ചും എന്റെ ജോലിയെ കുറിച്ചും ആണെങ്കിൽ ഞാൻ നിശ്ചയിക്കും, അത് പറയുകയും ചെയ്യും. കറണ്ട് ബില്ല് വരുമ്പോ കാശ് കൊടുക്കുന്നത് ഞാനാ, അല്ലാതെ നിങ്ങളാരുമല്ല. എന്നാ പിന്നെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാവർക്കും കൂടി ഇരുട്ടത്തിരിക്കാം. തർക്കുത്തരം പറയുന്നോടാ. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാരും അനുസരിച്ചാ മതി. എന്താ മോനെ, എന്താ അവിടെ ഒരു ബഹളം? അച്ഛാ, ഈ ചേട്ടൻ എന്താ ഇങ്ങനെ? എങ്ങനെ? ഏത് നേരവും ചാടിക്കടിക്കാൻ വരുന്ന പോലെ. സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്, അത് ചേട്ടനെ മനസ്സിലാക്കണം. സദാസമയം ശാസിക്കാനും ശിക്ഷിക്കാനും ഞങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ല. മെക്കാനിക് ആണെന്ന് വെച്ച് ഇസ്തിരിട്ട ഷർട്ട് ഇടാൻ പാടില്ലെന്നാണോ ഇവിടുത്തെ നിയമം? അനുശ്രീക്ക് ടോപ്പ് മാർക്കായിരുന്നു ഡിഗ്രിക്ക്. ഇവളൊന്ന് ചോദിച്ചു പോയി PGക്ക് ചേരുന്ന കാര്യം. അതിനെന്തൊക്കെയായിരുന്നു സാരോപദേശം? ഇവളെന്താ വല്ല പട്ടുസാരിയോ സ്വർണ്ണമാലയായിരുന്നു ചോദിച്ചത്? +2 തോറ്റുപോയി നമ്മുടെ അനഘ. അതൊരു മഹാ അപരാധമായോ? ഒരു കൊല്ലം കൂടി പഠിച്ച വേണമെങ്കിൽ അവൾക്ക് ജയിച്ചു വരായിരുന്നല്ലോ. അത് പറയാതെ ഇവളെന്തോ മഹാ അപരാധം ചെയ്ത പോലുള്ള കുറ്റപ്പെടുത്തലല്ലേ ഉണ്ടായത്? ഒരു സ്പൂൺ ബദാം മിൽക്ക് എടുത്തന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ദുരാഗ്രഹം, അത്യാഗ്രഹം. അച്ഛനും കേട്ടതല്ലേ അതൊക്കെ? അച്ഛൻ നല്ലോണം പ്രതികരിക്കാത്തോണ്ടാ ഏട്ടൻ ഇങ്ങനെ ആയിപ്പോയത്. മോനെ, മഹാഭാരതത്തിലെ ഭീഷ്മരുടെ കഥ നീ വായിച്ചിട്ടുണ്ടോ? ജ്യേഷ്ഠന്റെ മക്കളുടെ കൂടെയാണോ അനുജന്റെ മക്കളുടെ കൂടെയാണോ ഞാൻ നിൽക്കേണ്ടതെന്ന്? അതേ അവസ്ഥയിലാണ് ഞാനിപ്പോ. ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടതെന്ന് ശരിക്കും എനിക്കറിയില്ല. അച്ഛൻ ആരുടെയും പക്ഷം നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ അച്ഛാ? മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും? അതിനൊക്കെ അത്യാഗ്രഹം എന്നാ വിളിക്കാം? അതെന്തേ ഹരിച്ചിട്ട് മനസ്സിലാക്കാത്തത്? പണം പണം എന്ന് സദാസമയം ജപിച്ചെടുക്കുന്ന എന്റെ ഏട്ടനെ ആരോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. കഴിഞ്ഞ നിന്റെ പ്രസംഗം. എടാ, കാശിന് കാശ് തന്നെ വേണം, അല്ലാതെ ചക്കക്കുരു കൊണ്ട് കൊടുത്താ പോരാ. ഞാൻ നിറയെ സമ്പാദിക്കുന്നുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തു തന്നെ ഇല്ലല്ലോ? ശരി, ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ സ്വയം സമ്പാദിച്ച് നേടട്ടെ. വേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല, പറയുകയില്ല. ഞാൻ എന്റെ കാശ് എന്റെ ഇഷ്ടത്തിന് ചെലവാക്കും. നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്നോ, നാളെ നിങ്ങളും എന്നെ പറ്റിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം, അനുഭവം കൊണ്ടറിയാം. ജയകൃഷ്ണൻ അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അതേലോ, അവനവന്റെ വിഷമം കൊണ്ട് പറഞ്ഞു തന്നെ. എന്നാൽ ആ പറഞ്ഞതിന് മറുപടി പറയാൻ എനിക്കും അവകാശമുണ്ടേ. ദേ നിൽക്കുന്നു നമ്മുടെ അച്ഛൻ. ഈ അച്ഛനെ പറ്റിച്ചത് ആരാണെന്ന് നിനക്കറിയോ? അറിയില്ലെങ്കിൽ ചോദിക്കും ഇദ്ദേഹത്തോട്. ഇദ്ദേഹം പറയാൻ മടിച്ചേക്കും. ശരി, വേണ്ട, ഞാൻ പറഞ്ഞുതരാം. തൊട്ടപ്പുറത്തുണ്ടാ മനുഷ്യൻ, തൊട്ട് മുന്നില്. ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ഭാവത്തിലും അഹങ്കാരത്തിലും കഴിയുന്നു. അതിന്റെ വിഷമം, അതിന്റെ നീറ്റല് ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും. അത് തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കേ. ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ, വേണ്ട. എന്നാൽ എനിക്കത് പറയാതെ സമാധാനമില്ല. പറയും ഞാനത്. എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാലും ഞാൻ പറയും. മോനെ ഹരി, നീ ഇങ്ങനെ എപ്പോഴും... അച്ഛമ്മേ, ഞാൻ പറയട്ടെ അച്ഛമ്മേ. ഇവൻ കുറെ പറഞ്ഞല്ലോ, ഇനി കുറച്ചു നേരം ഞാനും പറയട്ടെ. നമ്മുടെ അച്ഛനെ സ്നേഹം നടിച്ച് പറ്റിച്ച് മുദ്രപത്രത്തിൽ ഒപ്പിടിച്ച് വേറെ 2 ലക്ഷം രൂപയ്ക്കാ ആ മനുഷ്യൻ നമ്മുടെ ആ വീട് കൈക്കലാക്കിയത്. നമ്മളൊക്കെ ഒരു കാലത്ത് കളിച്ചു വളർന്ന വീട് സ്വന്തം ചേട്ടന്റെ കഴുത്തറുത്തതിന് സമമാണത്. ചോര ഊറ്റി കുടിച്ചതിന് സമം. ആ മനുഷ്യന്റെ രാജപ്രതാപൻ എന്നുള്ള പേര് ഞാൻ മാറ്റി.
രക്തദാഹ്യെന്നാ എന്റെ ചെറിയച്ഛനെ ഞാൻ വിളിക്കുന്നത്. ചോരക്കുതിയൻ. അതല്ലാതെ മറ്റൊരു പേരും യോജിക്കില്ല ആ ദുഷ്ടന്. ആകാശേ, അവളെവിടെ? അവള് മോളെ ഒന്ന് വിളിക്ക്. മുകളിലുണ്ടപ്പച്ചി. മനീഷ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചേ. മനീഷ, അവിടെ നിന്നേ. ഇങ്ങനെയാണോ ദൈവത്തെ തൊഴുന്നത്? അതെ. ആ, കുറെ ആയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ തൊഴാറ്. എന്താ അതിൽ ഇത്ര കുഴപ്പം? കാണാറില്ലേ അമ്മ? ഇല്ല. എത്ര കാലായി ഇങ്ങനെ തുടങ്ങിയിട്ട്? കൊറേ ആയി. എന്റെ മനസ്സ് പറഞ്ഞു ഇതൊക്കെയാ ശരിയെന്ന്. ദേ, അഹങ്കാരം പറയണ്ട. ദൈവത്തോട് കാണിക്കേണ്ടതേ ഭക്തിയാ, അല്ലാതെ ഇങ്ങനെ താങ്യങ്ങളല്ല. ശോ, എന്താ അമ്മ ഈ പറയുന്നേ? ഭക്തി മനസ്സിലല്ലേ, ആംഗ്യത്തിലല്ലല്ലോ. ആ, മനസ്സിലുള്ളത് പെരുമാറ്റത്തിലും ഉണ്ടാവും, ഉണ്ടാവണം. പരിഷ്കാരം മൂത്ത ഇതുപോലെ അഹങ്കാരാവോ? കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. പെൺകുട്ടികൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഇത്തിരി അടക്കോ ഒതുക്കോ ഒക്കെ വേണം. കേട്ടോ ഞാൻ പറഞ്ഞത്? എന്താ ശോഭ ഇത് രാവിലെ? വെറുതെ മോളെ വഴക്ക് പറയണ്ട. ഇപ്പോഴത്തെ കുട്ടികളല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഡാഡി. കാലം മാറിയത് അമ്മ അറിഞ്ഞിട്ടേ ഇല്ല. അമ്മ ഇപ്പോഴും പണ്ടത്തെ കാലത്ത് തന്നെ നിൽക്കുക. അതെ അതെ, അത് ശരിയാ. ആ, നിങ്ങളാ ഇവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നെ. ഇവളുടെ ഒരു വേഷം കണ്ടില്ലേ, ആൺകുട്ടികളെ പോലെ. ഒരു പെൺകുട്ടിയുടെ അടക്കോ ഒതുക്കോ ഒക്കെ ഇനി എപ്പോഴാ വരാൻ പോകുന്നേ? അതിനെ ഒന്ന് ട്യൂഷന് പോയേക്കാവേ. ഡാഡി, ആ? ടെൻഡർ കൊടുക്കാൻ പോവാണോ? ആ അതെ മോളെ. അതെ, ഡാഡിക്ക് ഒരു ബെസ്റ്റ് വിഷസ് പറ. എന്റെ വിഷസ് എപ്പോഴും ഉണ്ടല്ലോ ഡാഡി. പോട്ടെ. രാജ, ആ? അപ്പുറത്താ തലതെറിച്ച കാര്യം നിപ്പുണ്ടല്ലോ. നല്ലൊരു കാര്യത്തിനാ നീ പോകുന്നേന്ന് അവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണും. ഇനിയിപ്പൊ ശകുനം മുടക്കാനോ എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനോ അതിനൊക്കെ വേണ്ടിയാവും അവന്റെ ആ നിൽപ്പ് കേട്ടോ.